ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന വെച്ചിട്ടൊരു മസാലക്കൂട്ടാണ്. അതിന് ചേന ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഈ ചേന നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ചേന ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവാള വേണമെങ്കിലും എടുക്കാം, ഞാൻ ചെറിയ ഉള്ളിയിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് ഇഞ്ചി ജിഞ്ചർ, കുറച്ച് വെളുത്തുള്ളി വേണം, ഗാർലിക് വേണം. ഇത്രയും നമുക്ക് നല്ലോണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾ ഒരു നുള്ള്, കുറച്ച് മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേനയിൽ മഞ്ഞളിട്ട് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്തു. ഇത് നല്ലോണം ഈ എണ്ണയിലിട്ട് നല്ല ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മുടെ ചേന കുക്കായിട്ടുണ്ട്, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്തതിന് ശേഷം ചേന ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വരുന്നുണ്ട്, നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരണം. നമുക്കൊന്നുകൂടെ നോക്കാം. ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ജീരകം ഇട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ചെറിയ ഉള്ളി ഇതാണ് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്യണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഉള്ളിയിലേക്ക് ഫ്രൈ ചെയ്യും. പൊടികൾ ഇടുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് സിമ്മിൽ വെക്കണം. നമ്മുടെ മസാല എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ കുക്ക് ചെയ്ത ചേന ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തു. നമ്മുടെ ചേന മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചേന ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. നല്ലോണം ഫ്രൈ ആയിട്ട് ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മുടെ ചേന മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ